good morning and Assalamualaikum. Welcome back to my channel. You got cotton tire. What? You got cotton tire? Whatever, he got something, guys. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണിച്ചപ്പോൾ ബേബി വാസ് ലൈക്ക് ലെറ്റ്സ് ഗോ ഔട്ട്, നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ വ്ളോഗ് നമ്മളിപ്പോൾ എന്നെ എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പോൾ വി കുഡന്റ് അപ്ഡേറ്റ് ദിസ് സ്പെഷ്യൽ തിങ് വിത്ത് യു. രാവിലെ ആൻഡ് വൈകുന്നേരം ആൾസോ ബേബി കൊണ്ടുപോകാറുണ്ട്. മമ്മ ഉള്ളപ്പോൾ എപ്പോഴും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മ വീഡിയോ കോൾ ചെയ്തപ്പോൾ എനിക്ക് മിസ് ചെയ്യണത്. മമ്മക്ക് ഇവിടുത്തെ പരിപ്പോട കടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി മമ്മ ഉള്ളപ്പോ ഇങ്ങനെ കൊണ്ടുപോകും ബേബി. നമ്മുടെ വണ്ടി സർവീസിനോട് തന്നെയാണ്. അപ്പൊ ഇത് സ്വിഫ്റ്റ് ആണ്, അജീത്തയുടെ സ്വിഫ്റ്റ് ആണ്, അപ്പൊ നമ്മളൊരു 1 വീക്ക് ആയിട്ട് നമ്മുടെ വണ്ടി സർവീസ് സെന്ററിലാണ്. അത് മിക്കവാറും ഈ ആഴ്ച ലാസ്റ്റ് കൂടിയേ കിട്ടുള്ളൂ. കാരണം അതിന്റെ 1-2 പാർട്സ് ഓർഡർ ചെയ്ത് വരുത്തിക്കാനുണ്ട്. അതിന്റെ ഒരു ഡിലേ. പിന്നെ അപ്പൊ ചോദിക്കാം, അപ്പൊ താറ് എന്തെന്ന് ചോദിക്കാം. താറ് ഇങ്ങനെ വെറുതെ കിടക്കണ കാരണം അത് കൊടുത്തു കൈസ്. പക്ഷെ ഈ സർവീസിന് നമ്മുടെ ഫോർച്യൂൺ കൊടുത്ത ടൈമിലാണ് താറുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു തോന്നിയത്. യൂസ് ചെയ്യാറില്ല, വെറുതെ കിടക്കണല്ലേ. ഇനിയിപ്പോ മെയിൻ ആയിട്ട് ഞാൻ കുറച്ചാള് ചൈനയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇനിയും മാർച്ച് ടൈമിലൊക്കെ വീണ്ടും ചൈനയിലൊക്കെ പോകും. അപ്പോഴും ഈ വണ്ടികളൊക്കെ വെറുതെ കിടക്കും. അതുകൊണ്ടിട്ടാണ് പതുക്കെ താറ് അങ്ങോട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് വേറെ റെഡിയാക്കാം. നിങ്ങൾ താറ് ഓടിക്കൂലല്ലോ. നിങ്ങൾ താറ് ഓടിക്കല്ല, നിങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ട്. മുതലാളി വേറെ പ്ലാനുകളൊക്കെ ഉണ്ട്. വണ്ടികളുടെ എണ്ണം ഇപ്പൊ കൂടേണ്ടത്. അപ്പൊ നമ്മൾ യൂഷ്വലി പോകുമ്പോ പിള്ളേർ സ്കൂളിലായിരിക്കും. ഇന്ന് നമ്മളെ പ്രിൻസസ് ഓഫ് ബിബി ഫാമിലി അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ്, എക്സാമിന്റെ അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞ് ആകെ 2 ആഴ്ചത്തെ വെക്കേഷൻ ഉള്ളു. ഇല്ല, ഒരാഴ്ചവും ഇല്ല. Just imagine when I came, she was in UKG. ഇപ്പൊ 10th എക്സാം ആണ്. ഇപ്പൊ 9th കഴിഞ്ഞേക്കണം. എല്ലാരും ഏത് എക്സാം കഴിഞ്ഞിട്ടേ ഇപ്പൊ 10th കയറിയത്. അപ്പൊ CBSE എക്സാം അറിയാൻ പാടാത്തവർക്കിട്ട് പറയണേ. CBSE 9th എക്സാം കഴിഞ്ഞ് ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഒരു ലൈക്ക് കുരുട്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എന്ത് നിങ്ങൾ മേടിച്ച സിറപ്പ് ഏതാണ് പേര്? അതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത്. കമന്റ് പറഞ്ഞായിരുന്നു ചുമക്ക് അത് കുടിക്കും. ബേബി ഓൾറെഡി അത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ബേബി നോസ്റ്റു പണ്ടത്തെ ഓർമ്മയില് ബേബി അതാണ് കുടിച്ചത്. അപ്പൊ ഞാൻ അത് കുടിക്കണുണ്ട്. ഇപ്പൊ ഇനി ഒരു ബോട്ടിൽ മേടിക്കണം. ഇപ്പൊ ഒരു ബോട്ടിൽ തീരാറായി. നല്ല പാലും മറ്റേ കോഫി അത് ഇതൊക്കെ കുടിച്ചുകൊണ്ടിട്ട് ഭയങ്കര കഫായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇറ്റ്സ് ടേക്കിംഗ് ടൈം. ചുമ വന്നാൽ യൂഷ്വലി അങ്ങനെയാണല്ലോ. അപ്പൊ സൈഗുന് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. ആ സൈഗു സുനു പറയണായിരുന്നു എന്റെ അടുത്ത് രാവിലെ എണീക്കാൻ പറയണായിരുന്നു, തീതിക്ക് സ്കൂളില്ലല്ലേ, തീതിക്ക് സ്കൂളില്ലല്ലേ. എല്ലാ സിബ്ലിങ്സ് അങ്ങനെയല്ലേ. ഒരു സിബ്ലിംഗ് പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും പോവാൻ. പിന്നെ അവനെ ക്ലാസ് ഫോട്ടോ ക്ലാസ് ഫോട്ടോ ഒച്ചപ്പാട് കേൾക്കണ്ടായിരുന്നു സോനുന്റെ മോന്റെ. സ്കൂളിൽ പോകുമ്പോ മോം ആൻഡ് കിഡ്സിന്റെ യുദ്ധമൊക്കെ ഉണ്ടാവുമല്ലോ. ലേറ്റായി വാ അത് ഇത്. ഞാനാണെങ്കിൽ 5 മണിക്ക് അടിച്ചിട്ട് താഴെ സോഫയിലായിരുന്നു. എനിക്ക് കുറച്ച് സഫോക്കേഷൻ പോലെ ഫീൽ ചെയ്തു റൂമില് ഫുള്ള്. എനിക്ക് ഒന്നാമത് കോൾഡ് ഒക്കെ ഉണ്ട്, പിന്നെ ഫുള്ള് ഇരുട്ടായതുകൊണ്ട് എനിക്ക് ബ്രീത് ചെയ്യാനൊരു ടഫ് പോലെ. അപ്പൊ ഞാൻ ഓപ്പൺ സ്പേസിൽ വന്ന് താഴെ വന്നിട്ട് ഐ വാസ് സിറ്റിംഗ് ദർ. പിന്നെ അങ്ങനെ കണ്ണടഞ്ഞ് പോയി. ആ കണ്ണടഞ്ഞ് പോയതിലും ഐ വാസ് ലിസ്ണിങ് സോനുന്റെയും സൈഗുടെയും യുദ്ധം. അപ്പൊ ഞാൻ വിചാരിച്ചു സുനുനില്ല. അല്ലെങ്കിൽ സുനു ഒരു സൈഡിൽ നിന്ന് അത് സുനു, ഒരു സൈഡിൽ നിന്ന് സൈഗു, 2 എണ്ണം ഇറങ്ങണില്ലേ. ലേറ്റ് ആയി. 8:30 ആയിട്ടും ഇറങ്ങണ ഉണ്ടായിരുന്നില്ല അല്ലേ? 8:30 പോ ലഞ്ച് ഞാൻ കൊണ്ടുവന്ന് തരാം, പോ. അതുകൊണ്ട് സൈഗിന് സ്പെഷ്യൽ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിട്ട് കൊടുത്തിട്ട്. എബ്രു
എന്താണ് എബ്രുന്റെ വിശേഷം? Which color? Which color? Stegosaur. Okay, വേറെ വേറെ പേരുണ്ടത് ഞാൻ ഈ ഇടക്കാണ് അറിയണത്. ഡൈനോസോർസിന്റെ this? പല വെറൈറ്റീസ് ഉണ്ട്. നീ വനെ കാണുമ്പോൾ ഇവൻ Which color? പേര് പറയുമ്പോഴാണ് ഞാൻ അറിയണത്. തായ്ലാൻഡിൽ Which color? കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവിടെ ടോയ്സ് മാത്രമുള്ള ഒരു മാർക്കറ്റിൽ ഒരു ബിൽഡിംഗ്. Again, which color? Stegosaur. എല്ലാ Stegosaur. ബേബി കൊണ്ടുവന്നതിൽ പല വെറൈറ്റീസ് ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെ പേര് അവർ പറയും, പക്ഷെ വി ഡോണ്ട് നോ എക്സാക്ട്ലി അതിന്റെ നെയിം ഒക്കെ എന്നാവും പറയും. അത് കളർഫുൾ ആണ് ആ ഡൈനോസേഴ്സ്. സൈഗുൻ എന്തായിരുന്നു കൊണ്ടുവന്നത്? മറ്റേ റോബ്ലോക്സിന്റെ സെറ്റ്. അത് ഇപ്പൊ വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്പോട്ട് എത്തിട്ടാ. ഇതവിടെ ഓ നോ ട്രാജഡി. Oh no, tragedy guys. വീഡിയോ എടുക്കണം. എന്തായാലും നമുക്ക് ചായ കുടിക്കണം. Let's go somewhere and drink. അടുത്ത പണ്ടത്തര ഇതെന്താ ഇല്ലാത്ത വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായിട്ടാണോ? അല്ലെന്ന് ഐ മീൻ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്തെങ്കിലും നല്ല ദിവസത്തെ കുരുക്കൾ വരൂല്ലേ, അതുപോലെ വീഡിയോ എടുക്കുന്ന ദിവസമായിട്ട് നമ്മൾ കാണിക്കാന്ന് വിചാരിക്കുമ്പോ ഇല്ലാന്ന്. അത് ഞാൻ ആലോചിച്ചു. അവിടുത്തെ ചായ ബേബിക്ക് ഇഷ്ടമാണ്. ആക്ച്വലി അവിടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട്, അയാൾ തന്നെ വെക്കണം ബേബിക്ക്. എല്ലാവർക്കും ചായ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഉണ്ടാവും. ബായി ഉണ്ട്. ഇന്ന ടൈമുള്ളൂ. അതാണ് അവരുടെ ഡ്യൂട്ടി ടൈം കുറച്ചുള്ളൂ. അപ്പൊ നമുക്ക് ഒരു കടയില്ലെങ്കിൽ അടുത്ത കട നമുക്ക് കുടിക്കാം. ചായ കുടിക്കണോന്ന് വിചാരിച്ചാൽ കുടിച്ചിട്ട് വീട്ടിൽ പോകും. സ്ഥിരം സ്പോട്ട് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട. അതാണ് നിയർ ബൈ നമ്മുടെ വീട്ടിലോട്ട്. അതുമാണ് ഇതടുത്ത. ആൻഡ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയി ഞാൻ അറിഞ്ഞ. ഞാൻ എല്ലാവരുടെ കമന്റ്സും വായിച്ച് ലോങ് വീഡിയോ ടോയ്സ് ഇവനില്ല. ഇപ്പൊ ഇവന്റെ ഈ ഏജ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരെ ടോയ്സ് കട ഉണ്ടെങ്കിലും കാണും. ഓക്കെ ബേബി, ഓക്കെ ലെറ്റ്സ് ബൈ അങ്ങനെ പറഞ്ഞാൽ മതി. അവര് സമാധാനം. ഞാൻ പറയും ഓക്കെ ഡാഡി വിൽ ബൈ ന്യൂ വൺ എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ എന്താ പറഞ്ഞേ മറന്നുപോയല്ലേ. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയി പറഞ്ഞു. മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചു. ലോങ് വീഡിയോസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ നല്ലൊരു ദിവസമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല നോമ്പ് വരെ ഇത് ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കും. സർജറി അനുസരിച്ചിട്ടാണ് എപ്പോഴും ബ്രേക്ക് വന്നത്. മാക്സിമം ഇവിടെ കണ്ട ഞാൻ പറഞ്ഞു which color is this വെച്ചു. അപ്പൊ orange. Okay, give me one ഇമ്മി. അപ്പൊ പറഞ്ഞു no, you don't love ഇമ്മി. Yes. എന്നിട്ട് എനിക്ക് ഓറഞ്ച് സ്റ്റോൺ തന്നു. എന്റെ മൊബൈലിൽ തൈര് പറഞ്ഞൊക്കെ മനസ്സിലാവുന്നു. അപ്പൊ ഇന്ന് കാറിൽ വരുമ്പോ നമ്മൾ ആദ്യം കേറി സോനു ലോക്കൊക്കെ കേറാൻ ടൈമായി. അപ്പൊ ഇമ്മി കം 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 you take it. അതന്നെ വന്നപ്പോ ഞാൻ വന്നപ്പോ തന്നെ അവന് ഭയങ്കര ആഘോഷപരമായിട്ട് നമ്മളിങ്ങനെ കൈ കാണിക്കൂലേ ഓടി വരാനൊക്കെ. വാ വാ ഇമ്മയുടെ മുത്ത് വാ മമ്മയുടെ മുത്ത് വാന്നൊക്കെ വരുമ്പോ എന്റെ അടുത്ത് സോനുന്റെ അടുത്താ വന്നത്. നമ്മളെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ചെയ്യണം. ബസ്സിനെ എന്നെയൊക്കെ നിർത്തിയിട്ട് ചെയ്യണം. ബേബി ഒരു ഫുൾ കോമ്പറ്റീഷനാ വീട്ടിലെപ്പോഴും എപ്പോഴും കാര്യത്തില്. പക്ഷെ അവന് ഇമ്മിന്റെ അടുത്താ ഓടണം. എന്റെ ആഗ്രഹം അങ്ങനെ തന്നെ. രണ്ടുമാരുടെ പോയിട്ട് തന്തേന്റെ അടുത്ത് വന്നാ മതി. എനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതന്നെ അതാണ് അതിന്റെ ഒരു രസം അല്ലേ. നമുക്കിനി അടുത്ത സ്പോട്ട് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ട് പത്തിരി ആൻഡ് ഇതുണ്ടാവും എപ്പോഴും ആൻഡ് സമോസ ഓർഡർ ചെയ്തു. സോന എന്താ പറയാത്തൊന്നും. എനിക്കൊന്നും അങ്ങനെ കുടിക്കാൻ തോന്നുന്നില്ല. കുടിച്ച് ബൂസ്റ്റ് കുടിച്ച് കൊള്ളാം തോന്നുന്നു. സമോസ നന്നായി 2 എണ്ണം മേടിച്ചു. സോനു പറഞ്ഞില്ല, സോനു പത്തിരിയാണ് പറഞ്ഞത്. ബേബി പത്തിരി കഴിക്കണുണ്ട് അവിടെ. ഞാൻ നിനക്ക് ആ കോഫി എടുക്കണ്ടേ ഞാൻ കഴിഞ്ഞു. യെസ് പക്ഷെ ഇറ്റ്സ് ഗുഡ്. നല്ലതാ കണ്ടിട്ട്. ഇല്ല ഇവിടെ വെച്ച മമ്മനെ നമ്മൾ പിക്കാക്കുമ്പോ ഇവിടെ അതിവിടെ നല്ലുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ സമോസ. അയ്യോ അപ്പൊ ഇത് കഴിക്കുമ്പോ എണ്ണം കഴിക്കുമ്പോ കറക്റ്റ് ആവും. അതുകൊണ്ടാ മാറാത്ത. കടികളൊക്കെ കഴിക്കണോണ്ടിട്ട് അതുകൊണ്ട് മാറാത്ത. ഹൗസ് പത്തിർ ചൂടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനല്ലേ. ചൂടാ ഫ്രഷ് ആയിരുന്നെങ്കിൽ
രാവിലെ ഉണ്ടാക്കണല്ലോ. ആദ്യം സമോസ കഴിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ചായ കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. എനിക്ക് മെയിൻറ്റെയിൻ ആക്കാൻ പറ്റില്ല, സോണയുടെ കയ്യിൽ നിന്ന് കോഫിയും എടുക്കാം. ഓക്കെ. യെസ് ഗൈസ്, ഞങ്ങൾ വീടെത്തി. ഇത് നോക്കട്ടെ, സൂം ആക്കാൻ പറ്റുമോ? നിന്റെ മിററിൽ കൂടി ഞാൻ അടിക്കുക ഇങ്ങനെ സെൽഫി വീഡിയോ. അപ്പോൾ വീടെത്തി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സൈഗുവിൻ്റെ റോബ്ലോക്സിൻ്റെ ടോയ് കാണിച്ചതെല്ലാം. മഷു അവിടെ എബ്രൂന് ഫുഡ് കൊടുത്തോണ്ടിരിക്കണേ. യെസ്, പറയൂ എന്താണ് സുനു? ഇതാണ് സൈഗുവിൻ്റെ റോബ്ലോക്സ് ടോയ് വെച്ച് കൊണ്ടുവന്നത്. സൈഗു എൻ്റെ ഉള്ളിലത്തെ കവറൊക്കെ എടുത്ത് കളഞ്ഞു. ഇങ്ങനെ നോക്കണം, ഇങ്ങനെ തന്നെ കൊട്ടിയിടാം. പന്നില്ലല്ലോ സുനു, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ സുനു. ഇതിനെല്ലാം പുറത്തോട്ടിടെ. സൈഗുവിനറിയാം ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയൊക്കെ പേര്. റോബ്ലോക്സിലുള്ള ഏതൊരു പട്ടിക്കുട്ടിയാണെന്ന് തോന്നണത്. ഏതൊരു പട്ടിക്കുട്ടിയുണ്ട്. ഇതുണ്ട് ഫ്രീ ഹഗ്സ് എന്നൊരാൾ. ഇതിൻ്റെയൊക്കെ പേരെന്താണാവോ? ഇതുണ്ട്. ഇതിനെയൊക്കെ 1 by 1. സുനുവിന് എന്തെങ്കിലും പേരറിയോ ഇതിൻ്റെയൊക്കെ? നത്തിങ്. നിങ്ങൾക്ക് റോബ്ലോക്സൊക്കെ കാണുന്നവർക്ക്, കളിക്കണവർക്കൊക്കെ അറിയാം ഇതിൻ്റെയൊക്കെ പേര്. സൈഗു കറക്റ്റ് പറയും. സൈഗു ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ കാർട്ടൂൺസൊക്കെ ഇന്നല്ലെങ്കിൽ മറ്റേതൊക്കെ കാണാറുണ്ട്. മെമേസ്. പിന്നെ ഏതൊരു പട്ടിക്കുട്ടി മീമീസാണ്. എന്താണാവും കുറച്ചുകൂടെ അറിയാം ഇതൊക്കെ എന്ത് സാധനമാണ്. എന്താണ് ഇതൊരാളാണോ? ഇതെന്തോ ഷീൽഡ് പോലെയാണ്. ഇത് കണ്ടിട്ടുണ്ട് ഞാൻ, പേരറിഞ്ഞൂട. ഓക്കേ, ഇത് ഏതോ തലയിൽ വെക്കണ ക്യാപ്പാ, ഹെയറാ. ഇത്ര ഉള്ള ഇനിയും കാണണമെന്ന് തോന്നണം. പീസസൊക്കെ സൈഗു എവിടെയോ വെച്ചെന്ന് തോന്നണം. അപ്പോൾ ഇതാണ് സൈഗുവിൻ്റെ റോബ്ലോക്സ് ടീം. യെസ് ഗൈസ്, അപ്പോൾ സുനു ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സുനു ഇവിടെ ചെയ്യണം? എല്ലാം എടുത്തിട്ട് യെസ്, അപ്പോൾ സുനു റീലെടുക്കാൻ ഡ്രസ്സ് നോക്കുന്നു. ഉള്ളാണ്ട് എല്ലാ കവറിലൊക്കെ എടുത്ത് വെച്ചതൊക്കെ പുറത്തെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ റീലെടുക്കാൻ പോകണാണ് സുനു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഉള്ളത് കാണിച്ചു തരാം. മഷു വരട്ടെ. കുറേ നാൾക്ക് ശേഷം ഞാനും ഇങ്ങനെ വ്ലോഗ് ചെയ്യണതിനുണ്ടേ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. ചില സമയത്ത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ബബ്ബ അടിക്കും. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാനിങ്ങനെ വായി തോന്നറ വിളിച്ചു പറയണത്. തലയിൽ എന്ത് ചെയ്യണമെന്നൊരു പ്ലാനിങ് ഇല്ലാത്തപ്പോഴാണ്. ഓക്കെ, അപ്പോൾ എബ്രൂൻ്റെ നമുക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് മഷു അടുത്ത സംഭവങ്ങൾ എന്താണുള്ളത് കാണിച്ചു. യെസ്, അങ്ങനെ നമ്മുടെ റോബ്ലോക്സിൻ്റെ ടോയ്സൊക്കെ കണ്ടല്ലോ. അവിടെ ബഷി അവിടെ തായ്ലൻഡിൽ ഈ ടോയ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ ടോയ്സിൻ്റെ ഏത് മോളാണെന്ന് ഓർമ്മയില്ല, ഏതൊരു മോളാണ് അത്, അങ്ങനെ എന്ത് ഏതൊരു ഏരിയയാണ്. പക്ഷെ അത് ഫുൾ ഇതുപോലെ തന്നെ ഓരോ ലെവൽ വൈസ് ഇന്ന ടോയ്സ് അങ്ങനെയാണ്. അപ്പോൾ സൈഗു ഇപ്പോൾ അവൻ്റെ കറണ്ട് ഫേവറേറ്റ് ജുജുസു കൈസാൻ്റെ ആ ഒരു ആനിമേ സീരീസ് എന്തോട്ടല്ലേ, അതാണ് സംഭവം. പക്ഷേ അത് കിട്ടിയില്ല. പക്ഷേ പോയ ടൈം ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അത് കിട്ടാതെ. അപ്പം ഞാൻ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റോബ്ലോക്സാണ് പിന്നെ അവന് കൂടുതൽ കാണണം. മേമേഴ്സും പിന്നെ ഇതുപോലെ കാർട്ടൂൺസും ഗെയിംസൊക്കെ റോബ്ലോക്സാണ് കാണുന്നത്. അപ്പം അങ്ങനെയാണ് റോബ്ലോക്സ് എടുത്തത്. നല്ല ടോയ്സാണ്, നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ്. അപ്പം അവന് എബ്രൂന് ഡൈനോസറിൻ്റെ ഇപ്പോൾ കറണ്ട് ക്രേസ് തിങ് എന്ന് പറഞ്ഞാൽ ഡൈനോസേഴ്സാണ്. അപ്പോൾ ഡൈനോസറും ഇവൻ്റെ റോബ്ലോക്സിൻ്റെ ടോയ്സ് എടുത്തത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ വീഡിയോ കോളിൽ കാണിക്കുമ്പോൾ തന്നെ എന്തോരം ടോയ്സും പല ടോയ്സും നോക്കും. ഇത് എല്ലാം ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് എടുക്കണമെന്നുണ്ട്. പിന്നെ പിള്ളേരെ കഴിഞ്ഞിട്ട് പറയാതെ നോക്കുമ്പോഴത്തേക്കും എല്ലാം അടച്ചു പോയി. അപ്പം ഇനി കാണിക്കാമെന്ന് വെച്ചത്, ഇന്ന് ബീഫ് കറി ഓൾറെഡി ഉണ്ട്. നമുക്ക് ബീഫ് കറി ഉണ്ട്, രാവിലത്തെ പീസ് കറി ഉണ്ട്,
അപ്പോൾ ഞാൻ വിചാരിച്ച് മുരിങ്ങാക്കോലും ടൊമാറ്റോയും കൂടെ ഉള്ള മഞ്ഞ ചാറ് കറിയില്ലേ, പച്ച ചെമ്മീൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടാം. പിന്നെ ഇതുണ്ടല്ലോ എന്താ മറന്നുമല്ലേ, ചക്കയുടെ ഉള്ളില്ല ചക്കക്കുരു ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും. അപ്പം അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അത് കാണിക്കാലാന്ന് വിചാരിച്ച്. ഇന്ന് മഞ്ഞച്ചാറ്, ബീഫ്, പീസ് കറി, ഇതാണ് ഇന്നത്തെ കറി. ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ എബു അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത്, എബു ഈസ് ഗോയിങ് ടു സ്കൂൾ റൈറ്റ്. എബുനൊക്കെ ബാഗൊക്കെ ഇട്ട് ബയ്യ LKG പോകുമ്പോൾ നമ്മളെടുത്ത ബാഗാണത്, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പം അവനാണ് അത് യൂസ് ചെയ്യണം, വെറുതെ അത് ഇട്ടിട്ട് ഗോയിങ് ടു സ്കൂൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇവന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ എപ്പോഴും ഒന്ന് ഇപ്പുറത്തെ വീട് വിസിറ്റ് ചെയ്യും. ബിക്കോസ് പാക്കിങ്ങും അത് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്നാളൊക്കെ വരാൻ പോണാണ്. ബൾക്ക് ഓർഡേഴ്സിൻ്റെ പാക്കിംഗ് ഉണ്ടാവും. അങ്ങനെ എബുന് അവിടെ ഡാഡി അടുത്താക്കിയിട്ട് ഞാൻ മേളിൽ കയറി പോവുകയാണ്. ഡാഡി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഡാഡി അടുത്തായിരിക്കും കളിക്കൽ, പാട്ട് പാടലൊക്കെ. അപ്പോൾ എൻ്റെ ഫിറ്റ് ചെക്കിൻ്റെ കൗണ്ടർ മാഷാഅല്ലാ ലൈറ്റ്സൊക്കെ ഓണാക്കാം. അപ്പോൾ ഇന്ന് കുറേ അധികം നമുക്ക് പാർസൽ വിടാനുണ്ട്. അപ്പോൾ ഗൈസ് പെരുന്നാളൊക്കെ വിടാനുള്ളതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് റീചെക്ക് ചെയ്തിട്ട് ഇത് എല്ലാം ഇത് മാഷാഅല്ലാ ഇന്ന് അയക്കാനുള്ളതാണ്. എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഇന്ന് പാക്ക് ചെയ്ത് അയക്കാനുള്ള, പെരുന്നാളൊക്കെ വന്നല്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡെയിലി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പാക്ക് ചെയ്യണ മുമ്പ് തന്നെ ഞാനൊന്നെല്ലാം ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണോ, ക്വാളിറ്റി നോക്കും, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോയെന്ന് നോക്കും. എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആക്കുമ്പോഴാണ് അവർ പാക്ക് ചെയ്യുക. മാഷാഅല്ലാ മാഷാഅല്ലാ. അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സാണ് ഇതൊക്കെ. ഇനി ഞാനൊന്ന് ഇരുന്ന് ചെക്ക് ചെയ്യട്ടെ എല്ലാം, എന്നിട്ട് വേണം നമുക്ക് 1 by 1 എല്ലാവരുമായിട്ടൊന്ന് പാക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും. പെരുന്നാളൊക്കെ വരാൻ പോണെയാണ്, എല്ലാം സ്റ്റോക്ക് ഔട്ട് ആവും. എത്ര പെട്ടെന്ന് പുതിയ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ എത്നിക്സ് വേണമെന്നുള്ളവർ എത്നിക്സിൻ്റെ പേജ് നിങ്ങൾ നോക്കുക, വെബ്സൈറ്റ് നോക്കുക. പിന്നെ നമ്മുടെ വെസ്റ്റേൺ വെയർ വേണമെന്നുള്ളവർക്ക് വെസ്റ്റേൺ വെയറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അത് നോക്കാം. പെരുന്നാൾക്ക് നമുക്ക് വെസ്റ്റേൺ എത്നിക്കായിട്ടൊക്കെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാനിനി എല്ലാവരെയും ഒന്ന് പറഞ്ഞിട്ട് സെറ്റാക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ കാണാം. ഗൈസ് വി ആർ വെരി ടയർഡ് ബിക്കോസ് ഒരു 2-3 മണിക്കൂർ എടുത്ത് നമ്മൾ ഫിറ്റ് ചെക്കിൻ്റെയും ഫിറ്റ് ചെക്ക് എത്നിക്സിൻ്റെയും ബ്ലിങ് ബേയുടെ എല്ലാ പെരുന്നാളുടെ സെയിലായതുകൊണ്ട് വി ഓൾ ടുഗെദർ എന്താ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിൻ്റെ ട്രോമ. സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് നിർത്തേക്കണായിരുന്നു. അവന് നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. സോ വി പാക്ഡ് എവറിത്തിങ്, എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അവന് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അവൻ വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് നല്ല കുട്ടിയായി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു പാവം. അപ്പോൾ ഈ തോട്ട് ഒന്ന് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന്. സർപ്രൈസ് വേണമെന്ന് ചോദിച്ച് മേടിക്കണല്ലേ പാവം. അപ്പോൾ ഞാനൊന്ന് ഷോപ്പിൽ പോട്ടെ, ബേബിയുടെ കൂടെ പോയിട്ട് വരാം. കണ്ടുപോകുന്ന പാക്കിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്നിക്സോ വെസ്റ്റേൺ വെയറോ ബ്ലിങ് ബേഡ് ജ്വൽസോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. പെരുന്നാളിൻ്റെ അടിപൊളി കളക്ഷൻസ് അതിൽ അവൈലബിൾ ആണ് എല്ലാ വെബ്സൈറ്റിലും നമ്മുടെ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ എബുന് സർപ്രൈസ് മേടിക്കാൻ പോയിട്ട് നമുക്ക് വേണ്ട ഒരു കെട്ട ഐറ്റം ഇതെനിക്ക് വേണ്ട പിള്ളേർക്കാണ്. നീ തൊട്ട് പോകരുത്. എനിക്ക് മേടിച്ച് 4 മേടിച്ച്. ബേബി കഴിക്കൂല, എബും കഴിക്കൂല, നമ്മൾ 4 പേരാണ് കഴിക്കണം. അപ്പോൾ 4 നമുക്ക് ജൈവ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നല്ല. പിന്നെ ദിസ് കറി ഈസ് മൈ ഫേവറേറ്റ്. കാളം കറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. യെസ്. എന്നിട്ട് ബേബിയുടെ കുറച്ച് ഫേവറേറ്റ് ഐറ്റം മിക്സർ, മറ്റു സാധനങ്ങൾ, ഈ ചുമ കൂടാൻ റീസൺ ഇന്നത്തെ കുറച്ച് ബീഫ് കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പല പരിപാടികൾ ചെയ്യുന്നുണ്ട് വീണ്ടും. സെയിം ടൈപ്പ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച് സവാളൊക്കെ അരിഞ്ഞിട്ടു, വേപ്പിലിട്ട് കുറച്ചുകൂടെ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കറിയും ഇതും ദിവസവും നമ്മൾ വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇതെന്താണ് മഞ്ഞക്കറി. വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓ
കാണിച്ചു മുരിങ്ങാക്കോല് ഈ വീഡിയോ അല്ല നമ്മുടെ വീഡിയോ അല്ല. വെരി ഗുഡ്. എന്തൊക്കെയോ എടുത്ത് കുളൂന്ന് പറയുന്നത് കൊറേ നാൾ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യണോണ്ട് വായിക്കൊതിയൊക്കെ വന്നിട്ടുണ്ട്. മുരിങ്ങാക്കോല് ചെമ്മീനിട എന്ത് വേണമെങ്കിൽ ഇടാം. ചെമ്മീനാണ് എനിക്കിഷ്ടം ചോറ് അങ്ങനെ വെക്കണമെങ്കിൽ. അപ്പം ഞാൻ ഈ ചുമച്ച് ഇതാവുമ്പോൾ തോന്നുന്നത് ഈ മസാലയുടെ ഇത് അടിക്കുമ്പോൾ ഭയങ്കര ക്ഷമ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിത് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാം. എന്നിട്ട് വേണം കുഴിച്ച് നിസ്കരിക്കാൻ. ടൈമായി. സോ യാ ഫൈനലി ഇത് ലഞ്ച് ഇസ് റെഡി. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാ. സോനു സായികനെ വിളിക്കാൻ പോയി, വന്നെന്ന് തോന്നുന്നു. ഇല്ല, എബ്ബോടെ കാണില്ലേ ബാക്കിൽ ചാടിക്കൊണ്ടിരിക്കുക. എബ്ബുടെ എൻ്റർടൈൻമെൻ്റ് ആണത് ചാടൽ. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ കഴിച്ച്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യൂവേഴ്സ്. എന്താണത് സൗണ്ട്? സൗണ്ട് ഇത് മഞ്ഞക്കറി, മുരിങ്ങക്കോൽ കറി. അല്ല, മറ്റേതൊരു ഡാർക്ക് മഞ്ഞക്കറി. അയ്യോ സംസാരിക്കരുത്, അപ്പൊ ചുമ വരും. മറ്റേ കാളമാടൻ എല്ലാം ഉണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ കറി. സദ്യയിലൊക്കെ ഉണ്ടാവും. അതാണ് ഇപ്പൊ കഴിച്ച വന്നത്. പിന്നെ നമ്മ എന്തായാലും വെജ് വെക്കൂലല്ലേ? വെജൊക്കെ വെക്കൂലല്ലോ പിന്നെ നമ്മള്. മതി മതില്ലേ? അല്ല, എനിക്ക് ഇച്ചിരി ഇട്ട് കഴിക്കാൻ 4 പ്രാവശ്യം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ നോൺ വെജ് കൊറേ കൂട്ടി ലാസ്റ്റ് മതിയാവും. ആ മതിയാണ് സ്റ്റേജില്. പിന്നെ എനിക്ക് സാധനം കഴിക്കാൻ അറിഞ്ഞൂടാ. അത് ഇടണ്ട, ചാറ് മാത്രം. നീ ഇന്നലെ പൊട്ടി മുളച്ചുള്ളല്ലോ. അറിഞ്ഞൂടല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? രണ്ടുവരെ ഇരുന്നിട്ട് നല്ല ഞണ്ടറിയാം, പക്ഷെ ഈ സാധനം എങ്ങനെ കഴിക്കണം? ഞണ്ട് കഴിക്കാറിയാന്നുണ്ടെങ്കിൽ മുരിങ്ങാക്കോല് കഴിക്കണേന് എന്താ പ്രശ്നം? ഞണ്ടും മുരിങ്ങാക്കോലുമായിട്ട് എന്താണ് ബന്ധം? ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ ഷെല്ലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ആർ യു എക്സൈറ്റഡ്? റംദാനൊക്കെ വരാൻ പോണ്. ഹൗ എക്സൈറ്റഡ് ആർ യു? എന്താണ് എല്ലാരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ്. റംദാനായിട്ട് നിങ്ങൾക്ക് എന്താ റെസൊല്യൂഷൻ? ഫുള്ള് നോമ്പൊക്കെ പിടിച്ച് സെറ്റ് ആവണം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നോമ്പ് പിടിച്ചില്ലേ? ആണുങ്ങൾക്ക് എന്താ എല്ലാം പിടിക്കാമല്ലോ. ഞാനും എൻ്റെ പീരിയഡ്സിൻ്റെ ഒഴിച്ചിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട്. 4 എണ്ണം പോയി തോന്നുന്നു, 4-5 എണ്ണം പോയി തോന്നുന്നു. ബാക്കി എല്ലാം പിടിച്ചു. അൽഹംദുലില്ലാ, ഈ പ്രാവശ്യം എല്ലാം പിടിക്കാൻ എത്തിക്കിട്ടട്ടെ. അപ്പോൾ കഴിക്കാം. സോനു ഇപ്പോൾ വന്നിട്ട് കഴിക്കും. സുനു അപ്പുറത്ത് എന്തോ റീലെടുക്കാൻ പറഞ്ഞു പോയിരിക്കുക. ലാസ്റ്റ് വന്ന് പറയൂ, പക്ഷേ എനിക്ക് സെറ്റായില്ല, വേണ്ടെന്ന് വെച്ചത്. ഇപ്പോഴുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് ഫുള്ള് പ്ലാനൊക്കെ ചെയ്തിട്ട് പോകും. ഞാൻ ഇന്ന് 4 സേവ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു തോറ്റ് വരും. പിന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുമില്ല, ചെയ്യുന്നു നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ഷീ ലൈക്ക് ഷീൽ ഡു. അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ പ്ലാനൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരു 4 റീലുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ വന്ന് പറയും, വേണം മഷ്മി സെറ്റായില്ല എന്ന്. എപ്പോഴുള്ള അങ്ങനെ പറയണമെങ്കിൽ അവളെ ഞാൻ കാണിച്ചാൽ. ഇന്നത്തെ ബീഫുള്ളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര നെയ്യായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കൊണ്ടിട്ട് പാവ നെയ്യും എല്ലോ ഒക്കെ എടുപ്പിച്ചു. അവർ വാരിക്കോറിയിട്ടുണ്ടായിരുന്നു നെയ്യ്. സാധാരണ എല്ല് വേണ്ട, നെയ്യ് വേണ്ടതൊക്കെ പറയും. അഥവാ നെയ്യ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും ഇത് ഫുള്ള് നെയ്യാണല്ലോ, നെയ്യ് വേണ്ടെന്നത്. ഇവിടെ ആയിട്ട് എന്റെ പെണ്ണുമ്പിളൊക്കെ കിട്ടും നെയ്യും. നെയ്യ് എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ അത് ഇഷ്ടമായത് കൊണ്ടിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കട ചെന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ ചേട്ടാ അല്ല എനിക്ക് 2 കിലോ ബീഫ് പീസായി എല്ലും നെയ്യും വേണോട്ടാന്ന് അറിയും. അപ്പൊ അവർക്ക് അറിയാം. അപ്പൊ അവര് അതിനനുസരിച്ച് കുറെ അധികം വാരിക്കൂരി അങ്ങോട്ട് കട്ട് ചെയ്തിടും. ഞാൻ കുറെ കഴിച്ചിരുന്നാല അതിന്റെ വെയിറ്റ് ഗെയിൻ ഒക്കെ ആവും തോന്നുന്നു. അപ്പോൾ ഞാനും ബേബി കഴിക്കട്ടെ ഇൻഷാല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്. കുറച്ച് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ വി ആർ ഗെറ്റിംഗ് റെഡി ടു ഗോ സംവെയർ. അതെവിടെയെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, റെഡി ആയിട്ട് ഇന്ന് നമുക്ക് കാണാം. ടൈമില്ല അധികം. ഞാൻ കഴിച്ചിട്ട് എപ്പോഴും ഫുഡ് കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി റെഡി ആയിട്ട് കാണാം. ബേബി അബദ്ധത്തിൽ പറഞ്ഞു പോയി, സോനു നീയാണ് ഈ കറി വെച്ച്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാണ്ട്. ഈ സോനുനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല ഗൈസ്. അപ്പൊ തന്നെ സോനു ഇത് പിന്നെ ചെമ്മിനൊന്നും ഇല്ലാത്തോണ്ട് അത്രക്ക് സുഖം ഉണ്ടാവില്ല. ചെമ്മിനൊക്കെ ആ പൊളിയായിരുന്നു. അപ്പൊ ബേബി ഭാഗ്യം അതൊന്നും ഇല്ലാത്ത എന്നെ നശിപ്പിച്ചേ. അപ്പൊ സോനു ഓർമ്മയില്ല പണ്ട് ഞാൻ ഇട്ട് കറിയാക്കണം. ഐ അഗ്രി, ഐ വോട്ട് യു ബിക്കോസ് ഞാൻ കഴിച്ചിട്ടുണ്ട് നീ അങ്ങനെ വെച്ചത്. നമ്മുടെ എല്ലാരും ബിസിനസിന്റെ പുറകെ അല്ലേ കൊടുക്കാണ്ട്.
ഞാനത് കൊള്ളാതെ പറഞ്ഞോട്ട് മണ്ട പൊട്ടൻ എന്തൊക്കെ വിളിച്ചെന്ന് അറിയോ കുറച്ചു നേരം കൊണ്ടിട്ട് ഇപ്പഴല്ലേ ക്യാമറ ഓണാക്കിയ ഞാൻ എല്ലാരും ബുദ്ധിയില്ല, അതാണ് ഓർമ്മക്കുറവില്ലാതാണ്. ഓർമ്മക്കുറവില്ലാതെ അയ്യോ വെള്ളിനെ കൊണ്ട് തോട്ട് ഫുള്ള് നമ്മുടെ ടേബിൾ മഞ്ഞ മഞ്ഞായിരിക്കണ് കറികൾ. സോനത്തെ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ക്യാമറയുടെ ഗുണം തോന്നുന്നു. നല്ലതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനു കൊള്ളാം. ഓരാക്കണ്ട പെട്ടെന്ന്. ഓ നിനക്കിത് റെഡി ആവേണ്ട ആവശ്യമില്ലല്ലോ, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്താൽ മതി. കോസ്റ്റ്യൂം ചേഞ്ച്, ഐ എം ഓൾറെഡി റെഡി. ഞാൻ എന്തിനാ റെഡി ആയത് ഞാൻ ആലോചിക്കണേ. ലോഡ് പാക്കിങ്സ് ഉണ്ടായിരുന്നു. പെരുന്നാളിനിടാനാണ് തോന്നുന്നു ആൾക്കാർ ചന്നം പിന്നെ വെച്ചോട്ടിരിക്കും. എല്ലാരും മേടിച്ചു. അല്ല പെരുന്നാളാകുമ്പോ അങ്ങനെ നേരത്തെ സ്റ്റോക്ക് ചെയ്യണം. ബേബി ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ കിട്ടാണ്ടായി പോകും. എല്ലാം തിരിവൊക്കെ കിട്ടുള്ളൂ. ഷോപ്പിലൊക്കെ അങ്ങനെ എല്ലാവരും എടുത്ത് ഞാൻ അതുകൊണ്ടിട്ട് ആദ്യം തന്നെ ചൈനന്നെല്ലാം കൊണ്ടുവന്നിട്ട് ബ്ലിങ്ക് ബേലൊക്കെ കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്തു. ഇനിയും പൊട്ടിക്കാനുണ്ട് കുറെ. അതിന്റെ തിരക്കിലായിരുന്നു. അതാണ് ഇന്ന് ലഞ്ചും ലേറ്റ് ആയി. ആൻഡ് ഐ ടോൾഡ് യു വി ഹാവ് അതർ പ്ലാൻസ് ടു. അപ്പോൾ ബൈ, പിന്നെ കാണാം. ഇറ്റ് വാസ് എൻ റോളർ കോസ്റ്റർ ആയിരുന്നു ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മൈ സ്പീഡ് വാസ് ലൈക്ക് 5G എന്നല്ല, ഒരു 10G എന്ന് പറയാം. എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഹെബിന് ഫുഡ് കൊടുക്കാൻ ഒരു മണിക്കൂർ. ആസ് യു ഓൾ നോ അവൻ സ്ലോ ഈറ്ററാണ്. അപ്പോൾ 1 മണിക്കൂറിൽ അവൻ കഴിച്ച് ദാൻ ഞാൻ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് അസർ നിസ്കരിച്ചിട്ട് ഐ ഗോട്ട് റെഡി, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയി. ആൻഡ് ഐ ഷോട്ട് 4 വീഡിയോസ്. ഒറ്റയടിക്ക് ഐ ഷോട്ട് 4 വീഡിയോസ്. ഐ നോ ഐ എം വെരി അതല്ലേ. അപ്പോൾ സോനോ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വയം പൊക്കും. നിങ്ങൾക്കറിയാലോ ഞാൻ SB ആണ്. അപ്പോൾ 4 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത്. ബിക്കോസ് ഈദ് വരാൻ പോണാണ്. നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് അവിടെ തന്നെ ആയിപ്പോവും. വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ. സോ ഐ തോട്ട് ചന്നം പിന്നെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇത് കളക്ഷൻസ് ഒക്കെ എന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിനുള്ള എല്ലാ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇതിനുള്ള എല്ലാ ഡ്രസ്സസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ജുവലറീസും പർച്ചേസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമ്മളിത് വന്നിട്ടുണ്ട്. സോ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഈ പ്രാവശ്യം ഇത് നിങ്ങൾ പൊളിക്കുക ഗൈസ്, ഡ്രസ്സും ജ്വല്ലറിയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡി ആയിട്ട് ഐ എം വെയറിങ് നൈസ് അബായ. എനിക്ക് ആക്ച്വലി ബേബി പുതിയ അബായ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു 1-2 വർഷം കഴിയുമെന്ന് തോന്നുന്നു. പുതിയൊരു ഐറ്റം അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇടാൻ തോന്നുന്നില്ല ഗൈസ്. ഇതൊക്കെ മുമ്പത്തെ ആണ്. അപ്പോൾ ബേബി കൊണ്ടുവന്ന അടിപൊളിയാണ്. ഞാൻ വേറെ വീഡിയോ നിങ്ങളായിട്ട് കാണിച്ചു തരാം. സോ എല്ലാവരും റെഡിയാണ്. പിള്ളേരും സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് എല്ലാവരും റെഡിയാണ്. നൗ ഇറ്റ്സ് 6 PM ഗൈസ്. വി ആർ ഗോയിങ് ഔട്ട്. വേറെ എവിടെയും അല്ല, നമ്മുടെ അജിത്ത് ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എവറിബഡി ഈസ് റെഡി ആൻഡ് ദീസ് ഗൈസ് വർ വെയിറ്റിംഗ് ഫോർ മീ. പാവ എല്ലാവരും കുറച്ച് നേരത്തെ റെഡി ആയിരുന്നു. ഞാൻ അവിടെ ഷൂട്ടായിരുന്നു. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു. എപ്പോഴും കുളിപ്പിച്ച് ഷഡേ പടേ അവർ ഡ്രസ് ഇട്ട് കൊടുത്ത്. ആൻഡ് ഐ ടോൾഡ് യു റൈറ്റ് ഇറ്റ് വാസ് ആൻ റോളർ കോസ്റ്റർ. അപ്പോൾ ബേബിയുടെ ഷൂസ് ഇട്ടിട്ട് സോന്ന് നമ്മുടെ ഫിറ്റ് എത്നിക്സിന്റെ സൽവാർ ഇട്ടിട്ട് ഷീസ് ലെങ്കുന്നുണ്ട്. ഇന്ന് അപ്പൊ നമ്മള് അജിത്താക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോണു. ഞാനിപ്പോ കുളിച്ചൊന്നും രക്ഷിക്കാനെ കൂടി എന്താ ഇങ്ങനെ പറയട്ടെ. It's a beautiful salwar. ഇന്ന് നല്ല കിട്ടിലെ ഐറ്റംസ് ആണ്. ബ്ലിങ്ക് ബേയുടെ ഐറ്റംസ് കുറച്ചധികം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ അകത്തൊരു 3-4 ടൈപ്പ് കിട്ടുന്ന സാധനങ്ങളുണ്ട്. പിന്നെ അടിപൊളി നമ്മള് പാർട്ടി വെയർ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈദിനും ബൈ ചെയ്യാട്ടോ. നല്ല സൽവാർ ആണ്. ദിസ് ഇസ് വെരി അഫോർഡബിൾ. പാർട്ടി വെയർ ആണെങ്കിൽ ഇറ്റ്സ് വെരി അഫോർഡബിൾ. നിങ്ങൾക്ക് ഈദിന് പർച്ചേസ് ചെയ്യാം. ഇത് മാത്രമല്ല ഇനിയും വേറെ ഗിഫ്റ്റ് ഐറ്റംസ് ഓൺ ദ വേ പോകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ആഘോഷിക്കണം, ഉത്സാഹം. She deserves all the things. പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ പരിപാടിക്കും കൈ നിറയെ സമ്മാനങ്ങളായിട്ട് വരുന്ന ആളാണ്. അപ്പൊ അജിത്തൊക്കെ ഒരിക്കലും ഒരു കുറവ് വരുത്താൻ പാടില്ല. And my Zygo Wawa is ready with the ഒരു ബ്രിക്ക് കളർ ടീഷർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ബ്രാൻഡ് അത് സോനു ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട്. ഓ ഐ ലവ് ദിസ്. ഇത് അടിപൊളി മാലയാണ്. ഉണ്ടാ നമ്മുടെ വെബ്സൈറ്റില് റിങ്സ് നോക്കട്ടെ. അതാണ് ഇത്. ഈ മോതിരമൊക്കെ നല്ല മോതിരമാണ്. നല്ല നമ്മൾ തന്നെ ഇട്ടിട്ട് അപ്പൊ നമ്മളെ സുനുമോള് സിമ്പിൾ കാഷ്വൽ ആയിട്ട് ഓ
കൂടെ ഒരു ഫിറ്റ് ചെക്കിന്റെ സൽവാറൊക്കെ ഇടായിരുന്നു വേണ്ടല്ലേ ഡാഡയുടെ ടീഷർട്ട് ഡാഡ് സ്വന്തമായിട്ടുള്ള അവളുടെ പാന്റ് ഇട്ടിട്ട് ഡാഡ കണ്ടില്ല ടീഷർട്ട് ഇട്ടിട്ട് എനിക്ക് ടീഷർട്ടിലുണ്ടായി എന്താ പറയുക എന്റെ ടീഷർട്ട് തന്നെ മതി ഫുൾ ടൈം തള്ളാതെ മോളതെ ഇവളും അതെ ചില ടൈമിൽ എന്റെ ഡ്രസ് മാത്രം ഇട്ടുള്ളത്. അപ്പോ വി ആർ റെഡി. ഐ തിങ്ക് ഐ എം ലുക്കിംഗ് പ്രിറ്റി. അപ്പോ മാഷാഅല്ലാഹ് അപ്പൊ നമുക്ക് ഓ ലുക്ക് അറ്റ് ദിസ് ഗ്ലോ ബേബി. താങ്ക്സ് ടു ബേബി ക്രീം ബേബി. ഇറ്റ്സ് ഗ്ലോയിങ് ലുക്ക്. അത് യൂസ് ചെയ്യാൻ പറയുമ്പോ കറക്റ്റ് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ്. ഞാനിങ്ങനെ ഭാര്യയുടെ പോലെ മടിച്ചല്ല, ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ബിക്കോസ് ബ്യൂട്ടി ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ ബ്രോ. അല്ല ഞാൻ എന്റെ ചീക്കിന്റെ ഗ്ലോ കാണിച്ചോണ്ടിരിക്കുക. വേറെ കുറെ മേക്കപ്പിന്റെ ഒക്കെ ആവശ്യമില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കും മോയ്സ്ചറൈസർ ഇട്ടാ മതി. ഗ്ലോ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ക്രീം വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ഒരു നമ്പർ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ എന്നെ ഓർമ്മിപ്പിക്കണം. എഡിറ്റ് ചെയ്യുന്ന നമ്പർ ഇടാം. ഇറ്റ്സ് വർത്ത് ബൈയിങ്. ആ ക്രീം നിങ്ങൾ ബൈ ചെയ്താൽ ഇറ്റ്സ് വർത്ത് ബൈയിങ്. നിങ്ങൾക്ക് വേറെ സ്കിൻ കെയറിന്റെ ആവശ്യമില്ല. സോ ഡു ബൈ. പ്രൊമോഷൻ കൊടുക്കല് കുറവാണ് ക്രീമിന്. കാരണം എന്താണെന്നറിയോ, നമുക്ക് അത്രത്തോളം കസ്റ്റമേഴ്സ് ഓൾറെഡി ആയി. കണ്ടമാനം കസ്റ്റമേഴ്സ് ഡെയിലി ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. കൂടുതൽ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ഫിറ്റ് ചെക്കിനും ബ്ലിങ്ക് ബാക്കൊക്കെ വേണ്ടി. ഇതിന്റെ പുറകെ തന്നെ ഫുൾ ഫോക്കസ് ചെയ്യണം. അതിന്റെ പുറകെ പോകല് ഇതിൽ കുറവാണ്. ഒരു നമുക്ക് നല്ലൊരു റൂട്ടായി ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് നമുക്ക്. അതായത് BB1988 കോസ്മെറ്റിക്സിന്റെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടമാനം റിവ്യൂസ് കണ്ട് ഒരുപാട് റിവ്യൂസ് പോസ്റ്റ് ചെയ്യാണ്ട് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോലുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. അത്രയധികം കസ്റ്റമർ ഉണ്ട് അൽഹംദുലില്ലാ. ഓ രണ്ടെണ്ണം ഇവിടെ കണ്ട ഫുൾ വൈബിലാണ്. ബേബി നമ്മുടെ വീട് കോമ്പൗണ്ട്സ് ഒക്കെ പെയിന്റ് ചെയ്യാറായിട്ടാ. ഒരു 3 years ആയില്ലേ നമ്മളിങ്ങോട്ട് വന്നിട്ട്. ഇനിയിപ്പോ കുറച്ചാളും കൂടെ കഴിയുമ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലാവും. മഴ അങ്ങോട്ട് കഴിയട്ടെ. അപ്പോഴത്തേക്കും പിന്നെ അടുത്ത വെയിലാവും, പിന്നെ മഴയാവും, പിന്നെ വെയിൽ. സോനു ഉള്ളിലാണോ? ഇപ്പഴാ? ഓ ഓക്കെ. അപ്പൊ ഞാൻ ലോക്ക് ചെയ്യട്ടെ വീട് ലോക്ക് ചെയ്യട്ടെ. മമ്മയുള്ള ടൈമില് മമ്മ ഡെയിലി കറക്റ്റ് ആയിട്ട് ഇവിടെ ചെടിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മമ്മക്ക് അങ്ങനത്തെ ഒരു വൈബ് എന്നെ പോലെ തന്നെ. വൈകിട്ട് ആകുമ്പോഴത്തേക്കും പൈപ്പൊക്കെ ആയിട്ട് ഇറങ്ങും. എബ്രു ഉണ്ടാകും കൂടെ. എബ്രുവിനെ വിയണ്ട രണ്ടര ഓടിക്കളിച്ചിട്ട് വിയർന്നേ. എന്നിട്ട് അവിടെ ചെടികളൊക്കെ കറക്റ്റ് നനക്കും. അതുകൊണ്ടിട്ട് ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. മമ്മ മിസ് ചെയ്യും മമ്മ. അപ്പൊ മേളിൽ അതുകൊണ്ട് ഇപ്പൊ ഞാനും സോനും ഇപ്പൊ 2 ഷിഫ്റ്റായി. ഞാൻ മേളിലത്തെ ചെടികളൊക്കെ ഞാൻ നനക്കും, താഴത്തെ ചെടികളൊക്കെ സോനു നനക്കും. അത് കാരണം സോനുവിൻ്റെ അടുത്ത് ഇന്ന് ചെടി നനച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഓടി. സോനു ഓടിയിട്ട് ചെടി നനക്കാൻ വേണ്ടി ഓടിയത്. ആന്റി എന്താ വിശേഷം? ഞങ്ങളുടെ ഇപ്പൊ പുറത്തിറങ്ങാൻ വേണ്ടി പോണത്. അജിത്താന്റെ ബർത്ത്ഡേ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോണു. അജിത്തെ കാണോ എന്തായാലും. സോനുവിന് മൽബറി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കൊണ്ടുവന്ന് നട്ടാണ്. ഞാൻ ഇത് കണ്ടില്ലേ, മൽബറി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നട്ട സാധനമാണ്. നോക്കി നല്ല പിടിച്ച് നല്ല ഇത് പറിച്ച് തിന്നാം. എന്താ നല്ല പഴുത്തിരിക്കുന്നത്. സോൻ പിന്നെ അത് നാളെ പറിക്കാനൊന്നുമില്ല. അത് നാളെ പറിക്കുമ്പോഴത്തേക്കും ചീത്തായി പോകും. ഇതിലൊരു ചെറിയ കുഞ്ഞു തൈ കൊണ്ട് നീ അത് നട്ടാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ സോനുമൊക്കെ വെള്ളം ഒഴിക്കാൻ മടിച്ചിട്ടെല്ലാം കരിഞ്ഞു പോയി. എന്നിട്ട് രണ്ടാമത് ഇപ്പൊ വെള്ളം ഒഴിച്ച് റെഡിയായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വെള്ളം ഒഴിച്ചാണ് ഇത് ശരിക്കും കുറച്ചൊന്ന് സെറ്റായത്. നല്ല പഴുത്ത് നല്ല ഉഷാറായി കിടക്കണം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കണ്ടത്. കളറ് വരെ കയ്യിൽ വന്നു. നോക്കി യൂസ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, നല്ല ഫ്രഷ്. വളമായിട്ട് കെമിക്കൽ പോലും ഇട്ടിട്ടില്ലേ. നോക്ക്, അടിപൊളി, നല്ല ടേസ്റ്റ്. നശു കഴിച്ചിട്ടില്ലൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നശു വെച്ചാൽ നോക്കിയേ മൽബറിന്റെ
കൈ മുറിഞ്ഞ് അതിനകത്ത് ഒരാളെ തന്നെ ഊതൊക്കെ എവിടെ എന്താണ് മനസ്സിലാവും പേടിയോ എന്താണ് അത് ഞാൻ എന്നോട് വൈബാണെന്നുണ്ടെങ്കിൽ ബ്ലോഗ്സിലൊക്കെ ഞാൻ വന്നെ വൈബാണെങ്കിൽ അല്ല ബ്രോ ആ ബൂട്ടോ അതിന്റെ കയ്യില് ഇല്ല ഞങ്ങൾ വരും ഞങ്ങൾ കേക്കൊക്കെ കട്ടിയിട്ട് ഇങ്ങോട്ട് വരും ഓക്കെ ഞാൻ പറഞ്ഞേ സോരു വാ ഞാൻ അടുത്ത നമുക്ക് വന്നിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടല്ലേ ഒരു കടന്നൽ കൂടില്ലേ കുറെ നാളെ ഞാൻ ഉപദ്രവിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കണേ എന്നെ ഇതുവരെ ഞങ്ങൾ ആരും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ടിട്ട് അനക്കിയിട്ടില്ല ഞാൻ വെള്ളം അടിക്കണ നോക്കിയാ അതിന്റെ ഇടയിൽ കൂടെ കടന്നൽ കൂടെ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുഖം ഉണ്ടാവുന്നറിയോ എന്നിട്ടില്ലേ അതെ ഇന്ന വരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങളും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല അതാണ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ നമുക്ക് ഇറങ്ങാല്ലേ എപ്പാ അതാണ് ഡാടാ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓടിക്കളിക്കല്ലേ ബിയും ബിയും എന്നുള്ളത് നോക്കി കണ്ട ഓടിക്കളിക്കണം ചാർജില്ല എന്റെ കൈ കഴിയണം എന്റെ കയ്യിൽ മറ്റേ മൾബറിയുടെ അതിന് മറ്റേ ഷൂട്ടില്ലേ മൾബറി നമുക്കുണ്ടല്ലോ അത് ഞാനിപ്പോ ഒരെണ്ണം പറിച്ചു തിന്നു സോയ ഇടക്കിടക്ക് കുറച്ച് തിന്നാറുണ്ട് പറ ഞാൻ ബ്ലോഗിൽ വന്നപ്പോ അല്ലേ ബ്ലോഗ് വൈബായത് അതാണ് ഞാൻ വരണം ബ്ലോഗ് വൈബാണ് ഇത്രേ ഉള്ളൂ അല്ല സുരോ ഞാൻ വരുമ്പോഴല്ലേ വൈബാണ് വ്ളോഗാണെന്ന് ഞാൻ വരുമ്പോ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം അതെന്താന്നറിയില്ല സുനിൽ കാണുമ്പോ ഭയങ്കര സന്തോഷം ജന്മദിനം കുട്ടിക്ക് അതല്ലേ കുട്ടിക്ക് കാറെടുക്കുക ഒരാളിവിടെ നനച്ചായിട്ട് മെയിൻ സാധനം ഇതാണ് ഇനി ശരിക്കും നനക്കണം അതല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോ അവിടുന്ന് എടുത്തിട്ട് വന്നല്ലേ ഇവിടെ ഒക്കെ വളർന്ന് പന്തിരിച്ച് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് പറ വലുത് ഇത് നമ്മള് ഗാർഡൻ നടത്തിയപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചതാണ് മനസ്സിലായ എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിക്കൽ കുറഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി ഇപ്പൊ രണ്ടാമതും അമ്മ വന്നപ്പോഴത്തേക്കും ഫുള്ള് കണ്ടിന്യൂ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായി ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് അടിപൊളിയായി അവന്റെ കൈ ഒന്ന് വാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് ഓക്കെ ഗൈസ് ഞാൻ ഒരുപാട് ലോങ് വീഡിയോ ആക്കുന്നില്ല ഞാനിവിടെ ലൈറ്റ് ഇല്ല പിന്നെ പുറത്തത്തെ ലൈറ്റിൽ നിന്നാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ഓൺ ദ വേ പോകുമ്പോൾ 2 കടയിൽ നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ 2 കടയിൽ നിർത്താൻ പറ്റിയില്ല ഫുൾ റഷ് ആയിരുന്നു ഗൈസ് അവിടെ അപ്പോ വന്ന വഴിക്കൊരു ബസ് സൈഡിൽ കയറി തേങ്ങ അല്ല മാങ്ങ ഉണ്ടാതിരിക്ക ഒരു കോഫി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു കോഫി പോലും കുടിപ്പിക്കാത്ത ഒരു ഭർത്താവേണ്ടേ ചൊവ്വാഴ്ച ഭയങ്കര തിരക്കും റോഡൊക്കെ അല്ലേ സൺഡേ പോലെ എന്നിട്ട് ഒരാള് ചൊവ്വാഴ്ച ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്തോ വലിയ അറിയണ പോലെ കെട്ടിയോ ഗൈസ് ഞാനൊരു 4-5 ഷൂട്ടൊക്കെ ചെയ്ത് വന്ന് തലയൊക്കെ സ്ട്രെയിൻ ആയിട്ട് ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു കോഫി പോലും മേടിച്ചു തരാത്ത എന്റെ ഭർത്താവിനെ എന്ത് ചെയ്യണം നിങ്ങൾ പറ കമന്റിൽ ഓ ഇക്കനങ്ങനൊക്കെ ചെയ്യാൻ പറയൂല ആരും പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ പോണ വഴിക്ക് വന്ന വഴിക്കാ എന്താണ് പോണ വഴിക്ക് നമ്മളൊരു വെസ്റ്റ് സൈഡിൽ കയറി ആന്റിക്ക് കുറച്ചുകൂടെ ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ലൈക്ക് സാൻഡൽസ് പെർഫ്യൂംസ് ലിപ്സ്റ്റിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ബേബി സുനുടെ ചപ്പൽ ട്യൂഷൻ പോയപ്പോ ആരോ കൊണ്ടുപോയതാണോ ഇനി ഡോഗ് കടിച്ചോണ്ട് പോയതാണോ ഒരു ഐഡിയ ഇല്ല പക്ഷെ ട്യൂഷൻ പോയി വരുമ്പോ അവിടെ ഫ്ലാറ്റ്സ് ഇല്ല കൊണ്ടുവരാതെ നീ പുതിയ മേടിക്കാൻ വേണ്ടിട്ട് അല്ലല്ല രണ്ടും കണ്ടില്ല എടുക്കാതെ നോക്കിയപ്പോ അവസ്ഥ ഒരുമാതിരി
പറിച്ചളഞ്ഞ. നിന്നെ അടിക്കാൻ പറ്റാതെ ചെരുപ്പിനടിച്ചിട്ടുണ്ട്. അല്ല പട്ടി കൊണ്ടോട്ടില്ല എന്ന് പറയണെന്ന് വെച്ചാൽ ട്യൂഷൻ ക്ലാസ് സെക്കൻഡ് ഫ്ലോറിലാണ്. അല്ല ഒരു അടുത്ത ദിവസം അടുത്ത ദിവസം ഒരെണ്ണം മാത്രം കണ്ടു. അടുത്ത ദിവസം കണ്ടപ്പോ ഒന്നും കൂടെ 2 ദിവസം കണ്ടു. ബേബി ഇത് ഇവള് വെൽ പ്ലാൻഡ് ആയിട്ട് എന്തോ ഒരു പ്ലാൻ ചെയ്തേക്കണം ബേബി, പുതിയ ഫ്ലാറ്റ്സ് മേടിക്കാൻ വേണ്ടി. വെൽ പ്ലാൻഡ് ഒരു ഡ്രാമ ആയത്. അതിനെന്താ കളയണത്? ഡാഡി എനിക്ക് ഇപ്പൊ ചോദിച്ചാൽ അടുത്ത് വാങ്ങിച്ചു തരൂ, അങ്ങനെയല്ലേ? അപ്പൊ എന്റെ ക്യാമറയിൽ ചാർജ് ഇല്ല ഗൈസ്, ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് ദ ചാർജ്. ഇനി അവിടെ പോയിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് കാണാം. അണ്ടിൽ ദാൻ യു ഗൈസ് അവിടെ തന്നെ ഇരുന്നു. ഓക്കെ, സ്റ്റാച്ചു ഗൈസ് നമ്മളങ്ങനെ എത്തി. നമ്മുടെ ബർത്ത്ഡേ ഗേൾ എവിടെ? ആന്റിക്ക് എല്ലാവരും വിഷ് ചെയ്യണം, ഓക്കെ, കമന്റ് ബോക്സിൽ. അപ്പോൾ ആൻറ്റിയുടെ വക ഒരു സ്ട്രോങ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. എൻ്റെ കെട്ടിയോൻ കോഫി കുടിപ്പിച്ചില്ല ഗൈസ്. ഇപ്പൊ കണ്ടില്ല അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പറയും, ഇനിയും ഞാൻ പറയും, ഇനിയും പറയും. മേടിച്ച് തരാതിരിക്കാൻ പറ്റാനിട്ട് ഇരിക്കരുത്, പറ്റണം. ഈ വന്നപ്പോ തന്നെ കോഫി കുടിക്കുക, ചായ കുടിക്കുക, അതൊക്കെ ഒരു കോമൺ സംഭവമാണ്. ഇതെന്താ ഐറ്റം മനസ്സിലായില്ല. ഇത് ഏത് ട്രെൻഡാണ്? യമ്മി പപ്പട ഫാൻ. ഓക്കെ, താങ്ക് യു മാമ. വാട്ട് ഈസ് ദിസ്? പപ്പടം. പപ്പടം നോ, പപ്പടം പറ. പപ്പടം. ഓക്കെ, കുട്ടി പറയാനുള്ള മൂടിയാണ്. നല്ല കോഫിയാണ് ആന്റിയുടെ. എങ്ങനെ ഉണ്ടായിരുന്നു ചായ? സൂപ്പർ അല്ല ആന്റിയുടെ ചായ? അപ്പൊ ഇനി നമ്മൾ കുറച്ച് ചില്ലാക്കട്ടെ. Tiger. This is dinosaur. It's cute. It's cute? Yeah, cute tiger. It's auntie. This is? It's auntie. It's auntie. This is a puppy. You watch TV. Baby, Yay! Give me a kiss. Give me a kiss. സോ ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്, ഇരിക്കുകയാണ്. അപ്പോ സോനു അവിടെ ഇരിക്കൂ, ഇവിടെ കൺജസ്റ്റ് ആയിരിക്കണം. ആപ്പിളെടുത്ത് പോയിട്ട് ഇരിക്കൂ. ഞാനൊന്ന് വിസ്താരമായിട്ടിരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. ഇവിടിപ്പോ കേറിപ്പോണെങ്കിൽ ആ കാഴ്ച ചിരിക്കണമൊക്കെ. ആ കാഴ്ച നമ്മുടെ വ്യൂവേഴ്സും കാണട്ടെ. സ്ലിം ആണ് കേട്ടോ നമ്മുടെ സോനുനെ കൊണ്ട്. എന്ത് ദീദിയും മോനൊക്കെ കഴിച്ചു കഴിഞ്ഞാണല്ലോ. ആദ്യം തന്നെ കഴിച്ചിരിക്കണാണ് അവിടെ അടുത്ത്. പത്തിരി പാല് മുക്കണോ? നിക്കണേ, ഒരാൾ കൊടുക്കുമ്പോ ഞാൻ കൊടുക്കട്ടെ. പാല് മുക്കണോ? കോമ്പറ്റീഷന്. അതിങ്ങനെ ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ ഉമ്മമാരെ തീറ്റിക്കണെന്ന് പറ സോനു. വല്ലപ്പോഴും വാപ്പ തീറ്റിക്കട്ടെ, ആ തീറ്റിക്കാൻ സമ്മതിക്കണം. ഇതേപോലെ അതിന് സോനു കഴിക്കാൻ വേണ്ടി എടുത്തേ. നിങ്ങളുടെ സാറ പറഞ്ഞ സൈക്കിൾ ഞാൻ എന്റെ മോന് കൊടുക്കാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ടിട്ടാണ് അടിക്കട്ടെ. ഞാൻ ഇട്ടോളല്ലേ, നിങ്ങൾ കഴിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ ഇട്ടോളാം. ബീഫ്, പാല്, ഫ്രൈ, പൊറോട്ട,
നാസ്റ്റാണ് എനിക്കിഷ്ടം. ആദ്യം തന്നെ പഞ്ചസാര ഞാൻ ഇനി കഴിക്കണതൊക്കെ കാണിച്ചോണ്ട് നിങ്ങളും കൊതിപ്പിക്കണില്ല ഗൈസ്. നമ്മൾ കഴിക്കട്ടെ, എന്നിട്ട് കേക്ക് കട്ടിങ് ആകുമ്പോ നമുക്ക് കാണാം. സോ we gonna enjoy the dinner. ആന്റിയും അങ്കിളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? നിങ്ങൾ പത്തിരി കഴിച്ചല്ലേ എന്റെ ഭാവി? എന്തെങ്കിലും വേണോ? ചിക്കൻ വേണോ? So cool. You want chicken? Ebu, do you want chicken? Chicken വേണോ? അരിത്താണ് ബീഫ് കറി വേറെ ലെവലാ, വേറെ ടൈപ്പ് ടേസ്റ്റാ. ഒരു മട്ടൺ ടൈപ്പ് ഒരു ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റാ, നല്ല രസം. അതുകൊണ്ടാണ് ഞാൻ പത്തിരി ചൂസ് ചെയ്തത്. അതാണ് സൈഡ്. എന്താണ് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കണം? അത് പിന്നെ കഴിച്ചൂടെ? സുനു വന്നപ്പോ തന്നെ ചാടി കയറുന്ന കഴിച്ച്. ബിക്കോസ് ആഫ്റ്റർനൂൺ അവൾ കഴിച്ചിട്ടില്ല. ആദ്യം തന്നെ പഞ്ചസാര ചൂടുണ്ട്. സോനു കൊടുത്തോ ലെഗ് പീസ്. ഓ കമക്ക മാടിച്ചോണ്ടിരിക്കണേന്ന് ഞാൻ കഴിക്കട്ടെ. You want kitty? Yeah? Kitty. It is eating, bro. Kitty is eating food. You. Do not disturb. Don't disturb. You want kitty? You want touch kitty? You want kitty? You want kitty? It's mine. Touch. What? fine, it's fine. Camera. Toy in the room. That's not toy. That's camera. Camera. That's camera. അങ്ങനെ വന്ന് നമ്മള് ഒരു ഡേയുടെ ഒരു ഫൈനൽ പദ്ധതിയിലോട്ട് എത്തി. What is this? Is that a dimple or what? നിന്നെ കാണാൻ എന്താന്ന് ഭയങ്കര ശരിയല്ലേ? അങ്ങനെ when you see people with so much beauty, intelligence, confidence, people will definitely jealous. I don't mind. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോണാണ്, ആന്റിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് ചിപ്പു സർപ്രൈസ് ആയിട്ട് ആന്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മമ്മീന്ന്. ചിപ്പു വി മിസ് യു. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മ വന്ന് ഓർഡർ ചെയ്യുമ്പോ ആന്റി പറഞ്ഞു നോ, ചിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോ റിച്ചു ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് സൈൻ ലബാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നമ്മളിപ്പോ പെട്ടിയാക്കിട്ട് വീട്ടിൽ കൊണ്ടുപോലെ. വാ കേക്കിന്റെ ആള്. ഹാപ്പി ബർത്ത്ഡേ സിംഗ്, ഹാപ്പി ബർത്ത്ഡേ. ദാദി ദാദി ദാദി. ഓക്കെ എല്ലാരും നിക്ക്, അവിടെ നിക്ക് എല്ലാരും. എബുനെടുത്ത് നിക്ക്, എബുനെടുത്ത് നിക്ക്. കേക്ക്. യെസ്. വരോ, നിൽക്കോ നിൽക്കോ. ഓക്കെ കട്ട് കേക്ക്. ദാദി വാ. കട്ട് കേക്ക്. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ വേർഡ്. Happy birthday to you. Happy birthday to you. Happy birthday dear Daddy. Happy birthday to you. ചോക്ലേറ്റ്. Okay. ഓക്കെ ഇസി കേക്ക് യോगा दादी को दादी को Happy birthday Daddy. ഞാൻ ചോക്ലേറ്റ്. Chocolate എടുത്ത് കഴിക്കാം. दादी को दादी की എബു दादी को हाँ दादी को ചോക്ലേറ്റ്. ഓക്കേ യാ സൈൻ കൊടുത്തു. ना आप लोग എബുന് നാണം മഞ്ഞ അവന്റെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആന്റി എന്ന് പറയുമ്പോ നോന്ന്. ഹാപ്പി ബർത്ത്ഡേ. ദാദീസ് ബർത്ത്ഡേ.
ആരെ ബർത്ത്ഡേ കുഴപ്പമില്ല, കൊച്ചു ഹാപ്പിയാണ്. ഹാപ്പി ബർത്ത്ഡേ ദാദി പറയപ്പോ. അവന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണ സന്തോഷമാണ്. Oh my toys. Oh my toys. Where is the soccer ball? Soccer ball. Where's the soccer ball? Soccer ball. Rebu happy. There. Rebu happy. Enough. ഓക്കെ, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോ. അജിത്ത, ഇനി അടുത്ത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങുകൾ. സൈക്കിളിന്റെ വക. സുനു ഫിഷ് ഐറ്റംസ്. ഫിഷ് ബ്ലിങ്ക് ബേഡേ. Yes. Okay. ഞങ്ങളെല്ലാവരും Okay. Happy birthday. Okay, Auntie. yeah. Just you deserve more. Happy birthday. So guys, alhamdulillah we reached home. Now it's 11:25. ലേറ്റ് നൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരാൻ തന്നെ കുറച്ച് ടൈം വേണമല്ലോ. അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ. മൊത്തത്തിൽ പ്രൊഡക്റ്റീവ് ആയിരുന്നു. മോർണിംഗ് എണീച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്യാൻ. അതൊക്കെ ചെയ്തയച്ചു. ദ ഡേ വാസ് വെരി പ്രൊഡക്റ്റീവ്. എനിക്കിങ്ങനെ ഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടിരുന്നാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നൈറ്റ് ഇറങ്ങുമ്പോൾ. അന്ന് ഒന്നും ചെയ്തില്ല എങ്കിൽ we feel guilty, you know, especially I feel guilty. എനിക്ക് എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ വന്നിട്ടുണ്ട് അതവർക്കറിയാം വശത്തന്നെ പറ്റി. അപ്പോൾ മ്യൂട്ട് ആക്കിക്കോ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷനപ്പായി ഉറങ്ങണം. നാളത്തെ കാര്യം നാളെ ഇൻഷാ അല്ലാ. നാളെ എന്താ പ്ലാൻ? നാളെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ ഓടെ എന്തോ പറയണമെന്നുണ്ടായിരുന്നു. ആൻറ്റിക്ക് എല്ലാവരും വിഷ് ചെയ്യുക, ആൻറ്റിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഷീ സച്ച് എ പ്യോർ സോൾ. ആൻറ്റി മാത്രമല്ല, റഫീഖ് അങ്കിൾ, റിച്ചു എല്ലാവരും ഉണ്ട്. വെരി ഗുഡ് ഹാർട്ടഡ് പേഴ്സൺ ആണ്. എനിക്ക് അവരുടെ വീട്ടിൽ പോയി വരുമ്പോൾ ഐ ഫീൽ സ്വന്തം എൻ്റെ മമ്മ പപ്പയുടെ വീട്ടിൽ പോയി വന്ന ഫീലാണ്. എനിക്ക് അങ്ങനെ എവിടെയും പോയി നിൽക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഇഷ്ടമല്ല. നമ്മുടെ സ്വന്തം വീട് വിട്ട് അങ്ങനെ പോകാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ വെൻ വി ഗോ ടു ദെയർ ഹോം ഇറ്റ്സ് വെരി കാം, പീസ്ഫുൾ. നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇരിക്കണം പോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈവൻ ഹീ ഡസൻ സ്പെൻഡ് ടൈം എനിവെയർ. ബേബിയും അങ്ങനെ പോകാറില്ല, ഇങ്ങനെ ഫാമിലി അങ്ങനെ അത്ര പോയിട്ട് നിൽക്കാറില്ല നമ്മൾ. പക്ഷെ അവിടെ പോകുമ്പോൾ സോ ഗുഡ്. നമ്മൾ സ്വന്തം ഇവിടെ ഇരിക്കണ പോലത്തെ ഒരു റിലാക്സ്ഡ് ഫീൽ, ഫ്രീ, ഈസി ഗോയിങ്. ഹൗ ദേ ട്രീറ്റ് നമ്മള് എന്തൊക്കെയാണ്. ഭയങ്കര ഇങ്ങനെ ലവിങ് ആണ് അവര്, ഭയങ്കര ലവിങ് ആണ്. ഈ കുഞ്ഞി പൈതൽ എബുര് തന്നെ റഫീഖ് അങ്കിളിന് പറയുമ്പോ എന്ത് ഇഷ്ടം അറിയോ. നിങ്ങൾക്ക് അമിതാഭ് ബച്ചന്റെ പൊക്കായത് കൊണ്ടിട്ട് എന്റെ ലെവലിലൊന്ന് ക്യാമറ വെച്ചപ്പോ ഞാൻ കളിയാക്കൊന്നല്ല കേട്ടോ. എന്റെ പകുതിയായിരുന്നു ക്യാമറ. ഇടയ്ക്കൊക്കെ കുളിക്കണം, മണ്ണ് ഉണ്ടില്ല തലയിൽ. നിന്നെ പോലെ അല്ലടി, രണ്ടുപേരും കുളിക്കണേ. രാവിലെ തലവരച്ച് കുളിക്കും, വൈകിട്ട് നിന്നെ പോലെ ആഴ്ചയിൽ മാത്രമല്ല കുളി. ഞാനും അങ്ങനെ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ ബേബിക്ക് അറിഞ്ഞൂടെ. എനിക്കറിയില്ല. അല്ല ഞാനങ്ങനെ എനിക്ക് ശീലമായി. ഞാനും അങ്ങനെയാണ്. എനിക്ക് നൈറ്റ് ഉറങ്ങുമ്പോൾ ഫ്രഷ് ആയി ഉറങ്ങില്ലെങ്കിൽ ഉറക്കം വരും. അപ്പോ എന്നെ കണ്ട് പഠിച്ചു നീ മേലൊക്കെ കഴുകി ഫ്രഷായി ക്രീമൊക്കെ ഇട്ടിട്ട് വേണം ഉറങ്ങാൻ. Never give up on that glow, you know. So that's it. I'm very happy I started vlogging again. I'm feeling so good. അതെ, നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ആ പഴയ ഒരു വ്ളോഗിന്റെ ഒരു എനർജിയിൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇനി കുറച്ച് ആൾക്കാരൊക്കെ എന്നെ കണ്ട് കോപ്പി അടിക്കാനൊക്കെ വരും. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ഇൻസ്പിറേഷൻ. So yeah, that's it for today. I hope you all enjoyed our vlog. Inshallah innu edukatte nammal. Appo that's it. Good night all. Bye. Bye. Bye.